ഹായ് ഹലോ ഗായ്സ്, അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ വന്നിട്ട് പറയുക നമുക്കൊന്ന് പടയണി വരെ പോയാലൊന്ന്. ഈ പടയണി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു നഴ്സറി ആട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വിത്തുകളും വളങ്ങളും തൈകളും ഒക്കെ മേടിക്കുന്ന ഇവിടുന്ന് ആട്ടോ. ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ചുറ്റി നടന്ന് എല്ലാം കണ്ടിട്ടായിരിക്കും കേട്ടോ പോകാറ്. ഇതൊരു നാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മുടെ നാരങ്ങനെക്കാട്ടിൽ ഇത്തിരി കൂടി വലിപ്പം കൂടുതലാണ്. സീഡ്ലെസ് ആണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ മുടങ്ങാറെ ചെയ്യാറുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന ഊഞ്ഞാലിടുന്ന കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ചുറ്റും പച്ചപ്പ്. ഞങ്ങളപ്പോൾ ഇന്നിങ്ങോട്ട് വന്നിരിക്കുന്നത് കുറച്ച് പച്ചക്കറി തൈയും വളങ്ങളും ഒക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ നമ്മുടെ സമയം പോണ വഴിയേ അറിയത്തില്ല. ഈ കാണുന്നത് നമ്മുടെ പീനട്ട് ഫ്രൂട്ടിന്റെ ചെടിയാണ് കേട്ടോ. നിറച്ച് കായ്ച്ചു കിടക്കുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല ഓറഞ്ച് കളർ കിടപ്പുണ്ട്. ഞാൻ ഈ പീനട്ട് ഫ്രൂട്ടിനെ കുറിച്ച് അറിയുന്നതും ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നേരിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. നിറച്ചിങ്ങനെ മേളിലൊക്കെ കായ്ച്ചു കിടപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു അമ്പഴമാണ് കേട്ടോ. കുഞ്ഞു ചെടി വന്നാലും അതിലിത് കായ്ച്ചു കിടപ്പുണ്ട്. ഓറഞ്ചിന്റെ മിനി വേർഷൻ അതെ ഈ കാണുന്നത് കേട്ടോ, ബുഷ് ഓറഞ്ച്. ഇതും നിറച്ച് കായ്ച്ചു കിടപ്പുണ്ട്. ഓറഞ്ചിന്റെയും നാരകത്തിന്റെയും ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചാറിടാനും ജ്യൂസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ ഇത്. ഇതിന്റെ ജ്യൂസ് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെടണമെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞ കേട്ടോ. ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ, ഇവിടെയും മാവ് നിറയെ എല്ലായിടത്തും മാങ്ങ പിടിച്ച് കിടക്കുക കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മാവിന്റെ തന്നെ. ശരിക്കും ജൈവ രീതിയിലുള്ള വളങ്ങളാണ് കേട്ടോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആവശ്യക്കാർക്ക് നൽകാറുണ്ട് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ തക്കാളിയാണ്. ആഫ്രിക്കൻ തക്കാളി എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഇതിന്റെ രുചി നമ്മുടെ തക്കാളിയുടെ അത്രയൊക്കെ വരുമെങ്കിലും ഇതിന്റെ രൂപവും വലിപ്പവും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടോ. ഒരു നെല്ലിക്കയുടെ അത്ര വലിപ്പം ഉള്ളെങ്കിലും ആളെ കാണാൻ സുന്ദരിയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ മുളപ്പിച്ചതാണ് കേട്ടോ. ഏകദേശം 3-4 രൂപയൊക്കെ, കൂടി വന്ന 5 അത്രയും രൂപയൊക്കെ കാണത്തുള്ളൂ ഈ തൈകൾക്ക്. വിത്തിട്ട് മുളപ്പിക്കുന്നതിലും കൂടുതൽ നമ്മൾ ഇവിടുന്ന് പച്ചക്കറി തൈകൾ മേടിച്ചാൽ നമ്മുടെ വീട്ടിൽ നടാറ്. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഒത്തിരി ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം കൃഷിയെയും പച്ചപ്പിനെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.